എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 9 മുതൽ 13 വരെ വാക്യങ്ങളിൽ ചുങ്കക്കാരനായ മത്തായിയെ യേശു വിളിച്ച് തന്റെ ശിഷ്യനാക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. എന്നാൽ ഈ 1-2 വാക്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന മത്തായി മൗനമായി നമ്മോട് പലതും പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലേവി എന്ന മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു. അവൻ റോമ ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനും വിദ്യാസമ്പന്നനുമായിരുന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിലൂടെ വളരെ സമ്പന്നനായിരുന്നുവെങ്കിലും യഹൂദന്മാർ ചുങ്കക്കാരെ പാപികളായിട്ടാണ് കരുതിയിരുന്നത്. കാരണം തങ്ങളെ അടിമകളാക്കി ഭരിക്കുന്ന റോമ ഗവൺമെന്റിന്റെ ജോലിക്കാരായതിനാലും നിശ്ചയിച്ചിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ പിരിച്ച് തങ്ങളുടെ കീശ വീർപ്പിക്കുന്നതിനാലും യഹൂദന്മാർ ചുങ്കക്കാരെ വെറുത്തിരുന്നു. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ യേശു സ്വീകരിച്ചതിനാൽ യേശു പാപികളുടെ സ്നേഹിതനെന്ന് യഹൂദന്മാർ മുദ്ര കുത്തിയിരുന്നു. പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്ന ദൈവ സ്നേഹമാണ് തന്റെ മനുഷ്യാവതാര ലക്ഷ്യമെന്ന് ലേവിയെ തെരഞ്ഞെടുക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നു. എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയുമ്പോൾ ഉടനെ ചുങ്കസ്ഥലത്ത് നിന്ന് സകലതും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ കാരണം അവൻ ആവശ്യത്തിലധികം സമ്പാദിച്ചിട്ടും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ സ്ഥാനമഹത്വം ഉണ്ടായിരുന്നിട്ടും സ്വന്തം ജാതി അവനോട് കാണിക്കുന്ന അവഗണനയും അകൽച്ചയും അവനെ വേദനിപ്പിച്ചതോടൊപ്പം അതിൽ നിന്നുള്ള മോചനവും അതിയായി അവൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് യേശുവിന്റെ ക്ഷണം സ്വീകരിച്ച് അതുവരെ ശ്രേഷ്ഠമെന്ന് കരുതിയതെല്ലാം അതിശ്രേഷ്ഠമായതിനു വേണ്ടി ചപ്പചവറന്ന് എണ്ണുവാൻ അവൻ തയ്യാറായത്. ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റുവാൻ നാം വലുതെന്ന് കരുതുന്ന പലതും വർജിക്കേണ്ടതായി വരും. ഉപേക്ഷണം കൂടാതെ ഒന്നും നേടുവാൻ കഴിയുകയില്ലെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. കർത്താവിന്റെ ശിഷ്യന്മാർ സകലതും ഉപേക്ഷിച്ച് യേശുവിനെ പിൻപറ്റിയവരാണ്. എന്നാൽ ലേവിയുടെ ഉപേക്ഷണത്തെ പറ്റിയാണ് വേദപണ്ഡിതന്മാർ പ്രകീർത്തിക്കുന്നത്. കാരണം മുക്കുവരായ മറ്റ് ശിഷ്യന്മാർ അപ്പനെയും അമ്മയെയും വലയെയും പടകുകളെയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചുവെങ്കിലും കർത്താവിന്റെ ഉയർപ്പിന് ശേഷം പത്രോസിന്റെ നേതൃത്വത്തിൽ അവർ പഴയ പണിക്ക് പോയി എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:1 മുതലുള്ള ഭാഗത്ത് വായിക്കുന്നു. എന്നാൽ ഉപേക്ഷിച്ചത് ഒരിക്കലും തിരിച്ചെടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ പിരിച്ചെടുത്ത പണമോ കണക്കോ ഏൽപ്പിക്കേണ്ടിടത്ത് ഏൽപ്പിക്കാതെ വിട്ടുപോയതിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചാണ് മത്തായി യേശുവിനെ അനുഗമിച്ചത്. നാമും പലപ്പോഴും പലതും ഉപേക്ഷിക്കുന്നത് തിരികെ എടുക്കാവുന്ന വിധത്തിലാണെന്നതാണ് സത്യം. വർഷാരംഭം നാമും ചില നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷെ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. മദ്യപാനം, പുകവലി, കോപം, പരദൂഷണം, ഭക്ഷണാസക്തി തുടങ്ങി പല ശീലങ്ങളും നമുക്ക് എന്നേക്കുമായി പൂർണ്ണമായി ഉപേക്ഷിക്കുവാനുള്ള ആർജവം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ വിധത്തിൽ എല്ലാം ഉപേക്ഷിച്ചവനും വിദ്യാസമ്പന്നനുമായ മത്തായി യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ സ്വയം ഒഴിഞ്ഞു മാറിയതായി കാണാം. ധനകാര്യം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നിട്ടും ഉപേക്ഷിച്ചതിലേക്ക് തിരികെ പോകുവാൻ മത്തായി ആഗ്രഹിച്ചില്ല. കർത്താവ് വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുവെങ്കിലും കള്ളക്കണക്ക് എഴുതുവാൻ ഉപയോഗിച്ച പേന തനിക്കുണ്ടായ മാറ്റം പോലെ തന്റെ രക്ഷകനായ കർത്താവിന്റെ മനുഷ്യാവതാരവും ജീവിതവും രക്ഷാകര ദൗത്യ നിർവഹണവും വരും തലമുറകൾക്ക് അനുഭവവേദ്യമാക്കുവാൻ തക്കണം ആദ്യ സുവിശേഷം രചിക്കുവാൻ മത്തായി ശ്ലീഹ ആ പേന ഉപയോഗിച്ചു. നമുക്കുണ്ടാകുന്ന രൂപാന്തരം നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് കൂടെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ജയമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമ്മെ ഓരോരുത്തരെയും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.